രണ്ടുപേരുടെയും ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും ഉള്ള ആദ്യത്തെ ഫിലിമാണ്. അനികയുടെ മലയാളത്തിലെ ഹീറോയിനായിട്ടുള്ള ആദ്യത്തെ ഫിലിമാണ്. സോ അവരുടെ എക്സ്പീരിയൻസും വാട്ട് ദേ വാണ്ട് ടു സേ വിൽ ലിസൺ ടു ഇറ്റ്. ഹാൻസം ഹങ്കിന്റെ കൂടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഈ വാലന്റൈൻ സെലിബ്രേഷൻ ആയിരിക്കും എൻ്റെ വാലന്റൈൻ സെലിബ്രേഷനെക്കാട്ടിലും ബെറ്റർ എന്ന്. ഭാഗ്യത്തിന് എൻ്റെ വാലന്റൈന് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊന്നും മനസ്സിലാകത്തില്ല. സോ ഇറ്റ്സ് ഓക്കെ. സോ I am Nandini and I will be your MC for this evening. Once again, a very good evening, ladies and gentlemen. ഈ മനോഹരമായ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറക്ടർ ആൽഫ്രഡ് ഡി സാമുവൽ സംവിധാനം ചെയ്ത്, മനോജ് ശ്രീകണ്ഠ പ്രൊഡ്യൂസ് ചെയ്ത്, ജിനീഷ് കെ ജോയ് സ്ക്രിപ്റ്റ് ചെയ്ത ആശ്രീ വെഞ്ചേഴ്സിന്റെ ആദ്യത്തെ പ്രൊജക്റ്റായ ഓ മൈ ഡാർലിങ്ങിന്റെ ഓഡിയോ ലോഞ്ചാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കലാപരിപാടികളുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാം. ആൻഡ് മോർ ദാൻ എനിത്തിങ് എൽസ്, ഷാൻ റഹ്മാൻ എന്ന അമേസിംഗ്ലി ടാലന്റഡ് മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്ത ഒരുപാട് നല്ല ഗാനങ്ങളും നമുക്ക് ഇന്ന് കേൾക്കാം. സോ ഓൺ ദാറ്റ് നോട്ട് ഞാൻ ഒരുപാട് വൈകിക്കുന്നില്ല. I am going to welcome all of you once again and to officially welcome you, Oh My Darling ന്റെ പ്രൊഡ്യൂസറായ മിസ്റ്റർ മനോജ് ശ്രീകണ്ഠയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ പ്ലീസ്. താങ്ക് യു. നന്ദിനി പറഞ്ഞ പോലെ എല്ലാവർക്കും ഉപേക്ഷേട്ടനും ഇഞ്ചുകളൊക്കെ, പിന്നെ നമ്മുടെ നായകന്മാർക്കും, നമ്മുടെ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും, നമ്മുടെ ക്രൂ, പിന്നെ മീഡിയ, പിന്നെ നമ്മുടെ ഇൻവിറ്റേഷൻ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകൾ, എല്ലാവരെയും പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, ഓരോരുത്തരായിട്ട് പേരെടുത്ത് പറയുന്നില്ല. പിന്നെ എല്ലാവരെയും ആശ്രീ വെഞ്ചേഴ്സിൻ്റെ പേരിൽ, ഞങ്ങളുടെ ഈ ഓ മൈ ഡാർലിംഗ് ടീമിൻ്റെ പേരിൽ ഈ ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു നല്ല യാത്രയായിരുന്നു. കഴിഞ്ഞ ഒരു 7-8 മാസത്തോളം ഞങ്ങളിതിൻ്റെ പുറകിൽ സ്പെൻഡ് ചെയ്തു. പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. 24-ാം തീയതി ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഈ ജോയലും നല്ല 2 കപ്പിൾ, പിന്നെ അവരുടെ അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള അവരുടെ പേരുള്ള മറ്റൊരു കപ്പിൾ, മറ്റു 2 കപ്പിൾ, ഇവരെല്ലാം നിങ്ങളെ കാണാനായിട്ട് 24-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്നു. ഫെബ്രുവരി 24-ആണ് റിലീസ് ഡേറ്റ്. താങ്ക് യു വന്നതിനും. നമ്മുടെ അടുത്ത ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കാം. നന്ദി. സോ ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും, കാരണം ഇവരൊക്കെ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. സോ ഞാൻ ഉറപ്പായിട്ടും എടുത്ത് ഇവരുടെ പേര് വിളിച്ച് ഞാനൊന്ന് സ്വാഗതം പറയുകയാണ്. മുകേഷ് ചേട്ടനുണ്ട്, മഞ്ജു ചേച്ചിയുണ്ട്, അനിക്കയുണ്ട്, മെൽവിനുണ്ട്, നമ്മുടെ നായകനും, അതുപോലെ ഫുക്രു എവിടെ പോയി, ബാക്കി പോയല്ലോ. ഓക്കെ. പിന്നെ അതുപോലെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല, പക്ഷേ അവരെ എല്ലാവരെയും നമ്മൾ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. And with that, we are moving straight ahead with the audio launch. ഓഡിയോ ലോഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ സിനിമയുടെ മ്യൂസിക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പറ്റിയിട്ട് ഞാനത് പറയാം. മ്യൂസിക് ഡയറക്ടർ ഓഫ് കോഴ്സ് ദി വെരി ടാലന്റഡ്, അബ്സല്യൂട്ട്ലി ബ്രില്യന്റ് ഷാൻ റഹ്മാൻ. ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാർ. ലിൻഡ ക്വേറോ is a very famous K-pop artist. By the way, ഈ സിനിമയെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു തീം പറയാനായിട്ട് മറന്നുപോയി, എസ്പെഷ്യലി ആസ് എ K-drama fan. Any K-drama fans over here? Anyone? ഹായ്. ഓക്കെ. സോ ഞാൻ ഒരു ഹാർഡ് കോർ K-drama ഫാനാണ്. ഇവിടെ സാരംഗയോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഐ ലവ് യു ഇൻ കൊറിയൻ. സോ ലിൻഡ ക്വേറോ ഈസ് എ കൊറിയൻ ആർട്ടിസ്റ്റ്. ഇപ്പോൾ വാർണർ ബ്രോസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ആൻഡ് ഷി ഹാസ് സാങ് ഇൻ ദിസ് മൂവി, ഷി ഹാസ് റിട്ടൺ ലിറിക്സ് ഇൻ ദിസ് മൂവി. സോറി, ഞാൻ വേറെ ഒരു വഴിക്കൊക്കെ പോയി. അപ്പോൾ ലിറിക്സ് എഴുതിയവർ ലിൻഡ ക്വേറോ, PK ഹരിനാരായണൻ, സിംഗേഴ്സ് KS ഹരിശങ്കർ, പിന്നെ നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന കീർത്തന എവിടെ പോയി? യെസ്, കീർത്തന. സോ ഷി ഹാസ് ഓൾസോ സാങ് ഇൻ ദിസ് മൂവി. അതുപോലെ കേശവ് വിനോദ്, ഹൈഫ ഷാജഹാൻ,
ഇഷാരം അബ്ദുൾ വഹാബ് ആൻഡ് ഓഫ് കോഴ്സ് ലിൻഡ ക്വേറോ വീണ്ടും. അപ്പോൾ ഇവരെല്ലാവരുമാണ് ഈ സിനിമയുടെ മ്യൂസിക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന brilliant artists. On that note, we are moving on to the audio launch. അതിനു വേണ്ടിയിട്ട് നമ്മുടെ നായിക അനിക്കയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, നായകൻ മെൽവിനെ ക്ഷണിക്കുന്നു, അതുപോലെ മുകേഷ് ചേട്ടൻ, മഞ്ജു ചേച്ചി, ഫുക്രു കടന്നു വരൂ, അതുപോലെ നമ്മുടെ ഡയറക്ടർ ആൽഫ്രഡ് ഡി സാമുവൽ സർ, പ്രൊഡ്യൂസർ മനോജ് ശ്രീകണ്ഠ, റൈറ്റർ ജിനീഷ് കെ ജോയ്, ഇവരെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഓഡിയോ ലോഞ്ചിന് വേണ്ടി. So let's go ahead. Oh my darling, the audio officially ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഒരൊറ്റ റോസാപ്പ് കിട്ടി, അത് മതി. ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ചില സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ടേണിങ് വരും. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. കാര്യം ഇത് കുറേ കാലം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഇപ്പോൾ തമിഴിൽ ഡബ് ചെയ്തു, തെലുങ്കിൽ എനിക്ക് ഉള്ളത് കൊണ്ട് 2 ഭാഷകളിലും അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഡബ് ചെയ്തു. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇന്നൊരു ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആരും നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യങ്ങളല്ല. പക്ഷെ വന്നപ്പോൾ ഓ മൈ ഡാർലിംഗ് എന്നുള്ള പേരും വാലന്റൈൻസ് ഡേ ആ കഥയും ലവ് സ്റ്റോറിയും ഒരു ഏറ്റവും പുതുമയുള്ള ഒരു ലവ് സ്റ്റോറിയും എല്ലാം ഈ മാസത്തിൽ തന്നെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു. ഇതെല്ലാം തന്നെ വളരെ യാദർച്ഛികമായി എന്നാൽ ഇങ്ങനെ തന്നെ നടക്കേണ്ടതാണ് എന്നുള്ള ഒരു വളരെ സന്തോഷമാണ് നിങ്ങളുമായിട്ട് ആദ്യം ഞാൻ പങ്കുവെക്കുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം മനോജ് കുറേ കാലം മുമ്പേ എനിക്ക് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിനെ ആദ്യം ഞാൻ പരിചയപ്പെട്ടത് ഇന്ത്യയിലല്ല, ദുബായിലല്ല, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഉഗാണ്ട. അപ്പോൾ ഞാനൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഉഗാണ്ടയിലേക്ക് പോവുകയായിരുന്നു. പെട്ടിയൊക്കെ ആയിട്ട് എയർപോർട്ടിലോട്ട് പോയപ്പം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? ഒരു ഷൂട്ടിങ്. എവിടെയാണ്? ഉഗാണ്ട. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ കളിയാക്കൽ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴാണ് അയാളങ്ങ് ഉഗാണ്ടയിലോട്ട് പോയി, അയാൾ അവിടെ നിന്ന് ഉഗാണ്ടയിൽ നിന്ന് വന്ന ആളല്ലയോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷൂട്ടിങ് എവിടെയാണെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഉഗാണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പോലും അറിഞ്ഞൂടായിരുന്നു. അവിടെ ഷൂട്ടിങ്ങിന് ചെന്നപ്പം എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ് ചെന്നപ്പോഴത്തേക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ വന്നു. എൻ്റെ പേര് മനോജ് എന്നാണ്, ഞാനിവിടെ ഒരു പ്രവാസിയാണ്, ബിസിനസ് ചെയ്യുന്നു. ഞാൻ എന്താണ് ഉഗാണ്ടയിൽ തന്നെ, അല്ല ദുബായിലും ഉണ്ട്, എന്നാൽ ഉഗാണ്ട ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. സത്യമാണ്, വളരെ മനോഹരമായ സ്ഥലമാണ്. എൻ്റെയൊക്കെ മനസ്സിൽ ഒരുപാട് സ്മരണകൾ ഉള്ള സ്ഥലമാണ്. ഞാനൊരു ദിവസം മനോജിനോട് ചോദിച്ചു, ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അപ്പം മനോജ് പറഞ്ഞു, നൈൽ നദിയുടെ ഉത്ഭവം ഉഗാണ്ടയിലാണ്. എത്രയോ രാജ്യങ്ങളിലൂടെ
ഒഴുകുന്ന നൈൽ നദി, ലോകപ്രശസ്തമായ നൈൽ നദി, എത്രയോ ചരിത്രങ്ങൾ ഉറങ്ങുന്ന നൈൽ നദി, എത്രയോ സാമ്രാജ്യങ്ങൾ വീഴുകയും പൊങ്ങുകയും ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട നൈൽ നദിയുടെ ഉത്ഭവം ഉഗാണ്ടയിലാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഒരു ദിവസം ഒരു കാറിൽ അവിടെ ചെന്നപ്പോൾ, ബോട്ടിൽ ചെന്ന് നോക്കുമ്പോൾ സത്യം ഇങ്ങനെ കുമ്പളകൾ പോലെ ഇങ്ങനെ മുകളിലോട്ട് വരുന്ന ഒരു ഫോഴ്സ് ആണ് കണ്ടത്. അത് കണ്ട് സന്തോഷമായിട്ട് പോകുമ്പോൾ, കാറിനടുത്തേക്ക് പോകുമ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ നൈൽ നദി പോലെ എന്തെങ്കിലും വേറെയും കാണുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ കൊണ്ടുവന്ന അവിടെ നിൽക്കുന്ന ആർക്കും അറിഞ്ഞൂടാ ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മരുവിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും നമ്മളിവിടെ വന്നതല്ലേ, അവിടെ വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഗൂസ് മംസ് വന്ന ഒരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ പോകുന്ന വിദേശികൾ, ടൂറിസ്റ്റുകൾ, ഉഗാണ്ടക്കാർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള നൈൽ നദിയുടെ ഉത്ഭവം കാണാൻ വന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും പോയി പുഷ്പം അർപ്പിക്കുന്നു. ഏത് പ്രതിമയുടെ മുന്നിലാണെന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതപ്പെടുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയുടെ മുമ്പിൽ ഈ വിദേശികളെല്ലാം പുഷ്പം അർപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാനും മനോജും ഇന്ത്യക്കാരാണ് എന്ന അഭിമാനത്തോടെ പറയാനുള്ള ഒരു മുഹൂർത്തവും അവിടെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. അതിനുശേഷം ഈ സിനിമ എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു റോളുണ്ട് എന്ന് എന്നോട് പറയുകയും, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഒരു അച്ഛൻ്റെ റോൾ മാത്രമാണെങ്കിൽ വിഷമം തോന്നരുത്, എനിക്കതിനുള്ള ഒരു സമയക്കുറവുണ്ട് ഇപ്പോൾ. പക്ഷെ കഥ കേട്ടപ്പോൾ ഇത് നമ്മൾ തന്നെ അഭിനയിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ തന്നെ കൈകൊടുത്ത് അങ്ങനെ ഒറ്റ ഷെഡ്യൂളിൽ ഇത് തീർത്തു. എല്ലാം വളരെ എൻജോയ് ചെയ്ത് തീർത്ത ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നല്ല സിനിമയുടെ ജനസിൽപ്പെടുന്ന ഒരു സിനിമയാണിത്. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, തിയേറ്ററിൽ പോയി സിനിമ കാണണം. കാര്യം ഇത് അച്ഛനമ്മമാരും യുവതലമുറയും പ്രണയവും, എന്താണ് പ്രണയം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഈ ഫംഗ്ഷന് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മഹാത്മാഗാന്ധിജിയും ഒക്കെ ഉണ്ട് കേട്ടോ. വെട്ടി നുറുക്കി ഗാന്ധിജിയെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്ത് കളയരുത്, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാക്കുന്നു. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇല്ല, വരൂ. കമോൺ ചേച്ചി. എന്തോ വലിയ ഇഷ്യൂ നടന്നിട്ടൊക്കെ സ്റ്റേജിൽ നിൽക്കുന്ന പോലെ ക്യാമറ മൊത്തം ഇങ്ങനെ ഇരുന്നിട്ടേ. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ആക്ച്വലി ഇത് പിള്ളേരുടെ സിനിമയാണ്, അതോടൊപ്പം തന്നെ വലിയവരുടെ സിനിമയാണ്. മുകേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി എലമെന്റ് ഇതിനകത്ത് മെയിനായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ശരിക്കും ഇതിൽ കുറേ ആൾക്കാർ, എല്ലാവരും മിക്ക ആൾക്കാരും സിനിമകൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണെങ്കിലും ആദ്യമായിട്ട് സിനിമ ചെയ്തതിൻ്റെയും ആ സിനിമ റിലീസാവാൻ പോകുന്നതിൻ്റെയും ഒരു ആകാംക്ഷയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താവുന്നുള്ളത്. കാരണം എല്ലാവരും ഡബ് ചെയ്തപ്പോൾ ഞാൻ ഡബ് ചെയ്ത് ജോണി ചേട്ടൻ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് പടം, എങ്ങനെയുണ്ട്, ഡബ് ചെയ്തിട്ടും വിളിച്ച് പറഞ്ഞു എങ്ങനെയുണ്ട്. അതുപോലെ തന്നെ മനോജ് പ്രൊഡ്യൂസർ, അദ്ദേഹം എൻ്റെ അടുത്ത് ഡബ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും മെൽവിനും അതെ എന്നെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് ചേച്ചി, കണ്ടു. അങ്ങനെ എല്ലാവരും ഒരു ആകാംക്ഷയിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട്. എന്തായാലും ഇതൊരു കുടുംബ ചിത്രമായിരിക്കും. നിങ്ങളങ്ങനെ ജാടയിൽ നിങ്ങളുടെ സിനിമയാണെന്ന് പറയണ്ട. യൂത്തിൻ്റെ മാത്രമല്ല, കുടുംബത്തിൻ്റെയും സിനിമയായിരിക്കും എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇതിനകത്ത് രണ്ട് ഫാമിലിയുടെ ഒരു എലമെൻറ്റ് പറയുന്നുണ്ട്. സോ എനിക്കൊന്നും പറയാനില്ല. ആക്ച്വലി ഈ സിനിമ എല്ലാവരും പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. ഉണ്ടാവൂ പോരാ. താങ്ക് യു സോ മച്ച്.
Thank you so much, Chezi. Bye, darling. And next, I'm going to invite Anika and Melvin. Both of you. രണ്ടുപേരുടെയും ഹീറോ ആയിട്ടും ഹീറോയിൻ ആയിട്ടും ഉള്ള ആദ്യത്തെ ഫിലിമാണ്. അനികയുടെ മലയാളത്തിലെ ഹീറോയിൻ ആയിട്ടുള്ള ആദ്യത്തെ ഫിലിമാണ്. സോ അവരുടെ എക്സ്പീരിയൻസും വാട്ട് ദേ വോണ്ട് ടു സേ വിൽ ലിസൺ ടു ഇറ്റ്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്, ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ഓ മൈ ഡാർലിംഗ്. ഏറ്റവും വലിയ പ്രത്യേകത മുകേഷേട്ടൻ്റെ കൂടെ, മഞ്ജു ചേച്ചിയുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പാട്ട് കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ വരുന്ന ഫെബ്രുവരി 24 ഈ പടം ഇറങ്ങുമ്പം എല്ലാവരും പോയി കാണണം. കാരണം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത്ര ഇമ്പോർട്ടൻറ്റ് ഡേയിൽ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് സ്പെൻഡിങ് യുവർ ടൈം വിത്ത് അസ്. ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ലൈക്ക് ഹീറോയിനായിട്ട് മലയാളത്തിൽ. മോർ ദൻ ദാറ്റ് മെൽവിൻ ചേട്ടൻ്റെയും ഫസ്റ്റ് ഹീറോ ആയിട്ടുള്ള മൂവിയാണ്. നമ്മുടെ ഡയറക്ടർ ഡാക്ടർ അങ്കിളിൻ്റെയും ഫസ്റ്റ് ആണ്. കുറേ പേരുടെ മനോജ് അങ്കിളിൻ്റെയും മെനി ഫസ്റ്റ് ആർ ബിഗിനിങ് വിത്ത് ദിസ് മൂവി. സോ കുറേ ഹോപ്പ് ഉണ്ട് ഇതിൽ. ആൻഡ് ഐ തിങ്ക് ദറ്റ് ഇറ്റ്സ് ഹോപ്പ്ഫുള്ളി ഗോണ വർക്ക് ഔട്ട് ഇസ് വെൽ. സോ എല്ലാവരെയും സപ്പോർട്ട് വേണം, പ്രയേഴ്സ് വേണം. ആൻഡ് താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു മെൽവിൻ്റെ കൂടെ അഭിനയിച്ചിട്ട്? ഇസ് മെൽവിൻ എ ഗുഡ് വാലന്റൈൻ? ആണെന്ന് പറയാനോ? പറ. പക്ഷെ ഐ തിങ്ക് ജെന്യുവൻലി മെൽവിൻ ചേട്ടൻ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ ഐ തിങ്ക് That is not my question. ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. Okay, പറയൂ. സോ അതുകൊണ്ട് ഐ തിങ്ക് വളരെ നല്ലൊരു വാലന്റൈൻ ആയിരിക്കും. ഫ്യൂച്ചർ ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഐ എം ജസ്റ്റ് സേയിങ് എവറിബഡി ഔട്ട് ദർ. മെൽവിൻ, ആർ യു സിംഗിൾ? സിംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ അനികയുടെ റിവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെൽവിൻ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഓൾസോ ഈസ് സിംഗിൾ ലേഡീസ്. സോ യെസ്, ആർക്കെങ്കിലും അടുത്തൊരു വാലന്റൈൻസ് ഡേക്ക് ഒരു പൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ. ആൻഡ് അനികയുടെ കൂടെ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇസ് ഷീ എ ഗുഡ് വാലന്റൈൻ? ഇസ് ഷീ എ ഗുഡ് പെയർ പാർട്ട്ണർ? എനിക്കും നല്ലൊരു വാലന്റൈനാണ്. സ്നേഹിക്കാൻ പറ്റിയ, പ്രേമിക്കാൻ പറ്റിയ ഒരു പെങ്കൊച്ചാണ് എനിക്ക്. ശരിക്കും താങ്ക് യു. എന്നിട്ട് ഇന്ന് പൂവ് വല്ലതും കൊടുത്തോ? എനിക്കോ? ആ, കൊടുത്തില്ല. ഇല്ല. മോശമായി പോയി. ഒരു പൂ തരും. അയ്യോ. കമോൺ. ആരെ? ഒരു പൂവില്ല ഇവിടെ. ആർക്കും പോകില്ല. ആ, മുകേഷ് ചേട്ടന് കൊടുത്ത പൂ. സോറി മുകേഷ് ചേട്ടാ, തിരിച്ചായിരുന്നായിരിക്കും. മുകേഷ് ചേട്ടൻ ഇത് കാണേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. Come on, go for it. Show how romantic you are. നോക്കട്ടെ. Very romantic. ഇങ്ങനെ പോയ അടുത്ത പ്രാവശ്യം ഇങ്ങനെ പോയാലും കിട്ടത്തില്ല കേട്ടോ പോന്നും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. അയ്യോ ഇല്ല, പിടിച്ചു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മൂവി. So on that note, let's move on to our next track from the movie Oh My Darling. Cheervaataayirunnu. I absolutely enjoyed it and I hope you did as well. And അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് രണ്ടുപേരെയാണ്. ഇവർ രണ്ടുപേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഗംഭീര കഥാപാത്രങ്ങളാണ് രണ്ടുപേരും. ഫുക്രു, കടന്നു വരൂ. ഫുക്രുവിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അടുത്ത ആൾക്ക് ഞാനൊരു വലിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പോവാണ്. നേരത്തെ അനിക പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ഫസ്റ്റ് ആണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം സ്ക്രിപ്റ്റ് എഴുതി സിനിമയാക്കിയ ജിനീഷിനെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ജിനീഷിന് പക്ഷേ ഇതിലും കൂടെ കുറച്ചും കൂടെ കൂടുതൽ ഇൻട്രോ തരണം എന്നെനിക്കുണ്ട്. കാരണം ജിനീഷ് 42 സ്ക്രിപ്റ്റ് എഴുതി, അറിയാമോ? ആ സ്ക്രിപ്റ്റ് ഒന്നും ശരിയാവാതെ എന്നല്ല, അതൊക്കെ ഇങ്ങനെ റിജക്റ്റ് ആയി സിനിമയല്ലേ. അങ്ങനെ അവസാനം ഈ വേദിയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജിനീഷ്. സോ ഇവർക്ക് രണ്ടുപേർക്കും മൈക്ക് ഞാൻ തരും. മൈക്ക്
എന്നിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം, വലിയൊരു നമസ്കാരം. നേരത്തെ എൻ്റെ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ വിളിക്കാൻ പോകുന്നത് കേട്ടോ. അത് ഇച്ചിരി ബിൽഡപ്പ് കൂടുതലായിരുന്നു തോന്നില്ല, സിനിമയിലെ സീൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നത്. അപ്പം ഇതുവരെ ആരും ചെയ്യാത്തൊരു പ്രൊമോഷനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് അല്ലേ. എല്ലാവരും ഒന്ന് ഞെട്ടിയിരിക്കുമായിരിക്കും അല്ലേ. അത് പ്രത്യേകിച്ച് ഒന്നുമല്ല, സിനിമയുടെ ലെങ്ത് കുറച്ച് കൂടിയപ്പോൾ 2-3 സീനും ഒന്ന് ഡിലേറ്റഡ് ആയിരുന്നു. അപ്പൊ അവരുടെ ഡിലേറ്റഡ് സീൻ എന്തായാലും യൂട്യൂബിൽ വരും, അതിന്റെ പ്രൊമോഷനാണ് ഞാൻ അവിടെ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും അത് കയറി കാണണം. അത് ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യും, വേറെ ആരും ഇതൊരു ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. പുതിയ അറിവില്ല എല്ലാവർക്കും. ശരിക്കും ഉണ്ട്, അങ്ങും ഇഞ്ഞൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ജിനീഷ് ചേട്ടനാണ് എനിക്ക് ഈ ഒരു വലിയൊരു നല്ലൊരു ക്യാരക്ടർ തന്നത്. അതിപ്പം എന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ മാനേജറിനാണ് ഇതിലോട്ട് ക്ഷണിച്ചതും. അപ്പൊ ഇവരോടെല്ലാം ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അധികം എനിക്കൊന്നും പറയാനില്ല, കാര്യം ഞാൻ ഈ വക സ്റ്റേജുകളിലോട്ട് എക്സ്പീരിയൻസ് വെച്ച് വരുന്നതേ ഉള്ളൂ. 2 സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ നല്ലോണം സംസാരിക്കാം. അപ്പൊ ജിനീഷ് ചേട്ടന് കൊടുക്കല്ലേ. അപ്പൊ ജിനീഷ് ചേട്ടാ പറയൂ, ഫുക്രുവിന്റെ സത്യത്തിൽ സീനൊക്കെ വളരെ കുറവാണോ? ഒറ്റ സീനിലേക്കായിട്ട് വന്നിരുന്നത്. പക്ഷെ അവന്റെ കഴിവ് കാരണം നമ്മൾ അവന്റെ എല്ലാ സീനിലും കഴിവ് കാരണമല്ല, ചെയ്യുന്ന രസമുണ്ട്. സന്തോഷമില്ലേ അപ്പൊ ഇങ്ങനെ കൂട്ടി കൊടുത്താണ്. അപ്പൊ ഇങ്ങനെ കൂട്ടി നമ്മളൊരു 4-5 സീനിനെ കൂട്ടി അങ്ങ് എഴുതി. അതിലിപ്പോ 2 സീൻ പോയി, സാരമില്ല. ആ സിനിമ യൂട്യൂബിൽ വരുന്നല്ലേ പറഞ്ഞത്. അത് മോശം സീൻ ആയതുകൊണ്ട് പോയതല്ല കേട്ടോ, അത് വളരെ നന്നായിട്ടുണ്ട്. യൂട്യൂബ് വരുമ്പോ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ജിനീഷ് ചേട്ടാ ഈ സിനിമയെ പറ്റിയിട്ട് എന്താണ് പറയാം? സിനിമയെ പറ്റി എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പഠിച്ചേനെ പറയാനായിട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ വിളിക്കുമെന്ന്. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ്. എത്ര തവണ ഒന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ വിളിക്കട്ടെ. അപ്പോൾ ഇത് ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണേ. പക്ഷെ ഇതിൻ്റെ അവസാനം ഒരു 20 മിനിറ്റ് നമ്മൾ ആരും ഇതുവരെ പറയാത്ത അങ്ങനെ വിളിക്കണം. അപ്പോൾ ആരും ഇതുവരെ പറയാത്തൊരു വിഷയം ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ വിഷയം ഞാനൊരു ലൈനായിട്ട് പറയാം, നിങ്ങൾക്കത് മനസ്സിലാവുകയും ഇതാക്കാം. അയ്യോ, വിഷയം പറഞ്ഞാൽ എല്ലാവരും അറിയില്ല. ആ വിഷയം ഞാൻ പറയും, അത് അങ്ങനത്തെ ഒരു വിഷയമായിട്ട് പറയണേ. മോശമാവില്ല. ഇതെന്താന്ന് വെച്ചാലേ ഇതൊരു കൈവറയ്ക്കാന്ന് ഭയങ്കരമായിട്ട്. അപ്പൊ ഇതൊരു ഈ സ്ത്രീകൾക്ക് ഒരു വിഷയം വരുമ്പോഴേ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം, അതാണ് നമ്മുടെ സിനിമ. ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല, അത് കാണാൻ ആൾക്കാർ വരുമല്ലോ. അപ്പൊ ഇത് കൂടുതലും നമ്മൾ മറ്റേ പെൺകുട്ടികൾക്കുള്ളൊരു സിനിമയാണ്. അപ്പൊ പെൺപിള്ളേർ വന്നാലാണല്ലോ നമ്മളേർ വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും അതാണ് സത്യമായിട്ട് ഒരു പെൺകുട്ടി വിളിച്ചാൽ 4 പേര് വരും, അല്ലാതെ ആൺപിള്ളേർ കാണാൻ കാര്യം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ ഫെബ്രുവരി 24 പടം ഇറങ്ങുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ളൊരു പരിപാടി നമ്മൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും നോക്കില്ല. അല്ല ജിനീഷ്, ഒരു 2 വാക്ക് കൊറിയനിലും കൂടെ പറഞ്ഞിട്ട് പോയാൽ. കൊറിയനിൽ പറഞ്ഞിട്ട് പോയാൽ മതി. കൊറിയനിൽ ഇതിന്റെ ടാഗ് തന്നെ സാരംഗിയോ അല്ല, സാരാംഗിയോ അല്ലാതെ. സാരാംഗിയോ എല്ലാവർക്കും അറിയാം അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതൊന്നും വേണ്ട. സോ അതാണ് ഓ മൈ ഡാർലിങ്ങിന്റെ സ്വന്തം സ്ക്രിപ്റ്റ് റൈറ്റർ മിസ്റ്റർ ജിനീഷ്. അങ്ങനെ നമ്മൾ അവസാനത്തെ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ. സോ വെൽക്കമിങ് ഹിം ടു ദിസ് വണ്ടർഫുൾ ഇവന്റ്. നമസ്കാരം. വിജീഷ് എന്നെ വിളിച്ചിരുന്നു, ഞാൻ ഡബിങ്ങിലായിരുന്നു കുറുക്കൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ. അപ്പോൾ നേരത്തെ വരാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ഇവിടെ ഓ മൈ ഡാർലിംഗ് അനിക ആദ്യം നായികയിലോ ആരാ നായകൻ? അടുത്തായിരിക്കും. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? എങ്ങനെയുണ്ട്? ഓക്കെ ആണ്. അപ്പം എന്നാ ഓർപ്പിച്ചാല രണ്ടും വേണ്ടല്ലേ? ഈ വിജയുടെ കൂടെ അഭിനയിച്ചിട്ടില്ലേ? ഇല്ല. അജിത്തിൻ്റെ പിന്നെ ആരോടെ കൂടെ അഭിനയിച്ചു? മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു? ലാലൻ്റെ കൂടെ അഭിനയിച്ചു?
ചെറുതായിട്ടാ. ഏതോളം? ചോട്ടാ മുംബൈ. പിന്നെ ദുൽഖറിൻ്റെ കൂടെ ബൈക്കിൽ പോയി നീലാകാശം അല്ലേ? ഓക്കെ. അപ്പൊ ഇതിലൊരു ആരാ ഏറ്റവും നല്ല ആക്ടർ ചോദിക്കാൻ പാടില്ല ഒരിക്കലും അല്ലേ? തെലുങ്കിൽ അഭിനയിച്ചോ? തെലുങ്കിൽ 2 ഡയലോഗ് പറഞ്ഞു. ആ, ഞാൻ തെലുങ്കിൽ അഭിനയിച്ചു. ఆడు నీకు సరిగా చెప్పులు చూసి బాగున్నారా? నేను పెళ్ళైన రాత్రి నుంచి గొప్ప. ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഈ തെലുങ്ക് കർണാടകയും തിരിച്ചറിയാനേ പറ്റില്ല കേൾവി. ഫസ്റ്റ് ദിവസം 4 പേജ് തെലുങ്ക് ഡയലോഗ്, 3 പേര് ഞാൻ പറഞ്ഞു മതി, എനിക്ക് ഇനി ഒന്നും തലകയറുന്നില്ല. രാത്രിയാണ് ചൂടും. എന്താ ചെയ്തിരുന്നിട്ട് പഠിച്ചോ ബൈഹാട്ട്? പഠിക്കാൻ നല്ലത്, അവരെ നല്ല ഇടി കിട്ടും. പഠിക്കന്നെ വേണം. അപ്പോ ഇതില് മലയാളത്തിലാണ് ആദ്യം നായിക അഭിനയിക്കുന്നത്. അല്ല, തെലുങ്കില് ബുട്ടബൊമ്മ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. നമ്മളെ കപ്പേളേന്റെ റീമേക്ക് ആയിരുന്നു അത്. അതിലാരായിരുന്നു? അർജുൻ ദാസും അർജുൻ ദാസിനെ തമിഴിലുണ്ടായിരുന്നു. അതന്നെ അർജുൻ ദാസ്. പിന്നെ സൂര്യ എന്ന് പറഞ്ഞൊരു പുതിയ നമ്മുടെ സൂര്യ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ നമ്മൾ 22-ാം തീയതി മുതൽ ദുബായിൽ ഒരു പൊളി കളിക്കണം. അപ്പൊ ഒരു മിനിറ്റ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാം പറയാനുള്ള ശരി ശരി. അല്ല, അതാ ഞാൻ അങ്ങോട്ട് തന്നതാ. Okay. അത് വെച്ചോളൂ. Okay. വാലന്റൈൻസ് ഡേ അല്ലേ? Yeah. ഇരിക്കട്ടെ. താങ്ക് യു. പോയിരിക്കട്ടെ. Thank you so much. So that is our very own Shine Tom Chaco brightening up the entire stage. On that note, നമ്മൾ അവസാനത്തെ പാട്ടിലേക്ക് പോവുകയാണ്. From the movie Oh My Darling.